empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ പൂർവ്വ പിതാവായ ഇസഹാക്കിന് ഭാര്യയായി കർത്താവ് തെരഞ്ഞെടുത്ത് നൽകിയ റബേക്കയെ കുറിച്ചായിരുന്നു. റബേക്കയെ എപ്രകാരമാണ് ആ കുടുംബത്തിലേക്ക് കർത്താവ് കൂട്ടിച്ചേർത്തതെന്ന അത്ഭുതകരമായ ആ വഴി നടത്തലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ കണ്ടു ആ ഒരു തിരിച്ചറിവിലേക്ക് റബേക്ക കടന്നു വന്നപ്പോൾ എപ്രകാരമാണ് കർത്താവ് തന്റെ അടുത്തേക്ക് ആ ദാസനെ എത്തിച്ചതെന്ന വലിയ വിസ്മയകരമായ കാര്യങ്ങളെ കുറിച്ച് റബേക്ക കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ നടത്തിപ്പിൽ അവൾ പൂർണ്ണമായി വിശ്വസിക്കുകയായിരുന്നു. ആ നടത്തിപ്പിൽ അവളെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു. ആ ദാസനോടൊപ്പം ഒട്ടും താമസിക്കാതെ ഇസഹാക്കിന് ഭാര്യയാകാനായി പോകുന്ന ആ വലിയ ഒരു വഴി നടത്തലിന്റെ കഥയെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. സങ്കീർത്തന പുസ്തകത്തിൽ 119 അധ്യായം 60 തിരുവാക്യത്തിൽ ദാവീദ് രാജാവ് ഇപ്രകാരം ഏറ്റു പറയുന്നുണ്ട്: അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു, ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്, കർത്താവിന്റെ പ്രമാണങ്ങൾ അവ പാലിക്കുവാനായി അദ്ദേഹം ഒട്ടും അമാന്തം കാണിക്കുന്നില്ല എന്ന്. ഇവിടെ നമ്മൾ കണ്ടു റബേക്കയും കർത്താവിന്റെ ഹിതം അറിഞ്ഞപ്പോൾ അതിന് തന്നെ സമർപ്പിക്കുവാൻ ഒട്ടും അമാന്തം കാണിക്കുന്നില്ല, ഒട്ടും താമസിക്കുന്നില്ല, അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൾ സ്വയം സമർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വിളിയ കർത്താവ് നമുക്ക് നൽകുന്നത് കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഒട്ടും അമാന്തം കാണിക്കാത്തവരായി മാറുവാൻ, ആ ഒരു വലിയ കൃപ അഭിഷേകം ലഭിക്കുവാനായി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒപ്പം നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ഹിതം അറിയുവാനായിട്ട് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൽപ്പനകൾ ഗ്രഹിക്കുവാൻ, അതിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പുതിയൊരു പെന്തക്കോസ്ത ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ. വീണ്ടും പെന്തക്കോസ്ത, ആത്മാവാമഗ്നിയിറങ്ങും പെന്തക്കോസ്ത. ഹല്ലേലൂയ. പുതിയൊരു പെന്തക്കോസ്ത, അഭിഷേകം വീശിയടിക്കും പെന്തക്കോസ്ത. പെന്തക്കോസ്ത, വീണ്ടും പെന്തക്കോസ്ത, ആത്മാവാമഗ്നിയിറങ്ങും പെന്തക്കോസ്ത. പെന്തക്കോസ്ത, പുതിയൊരു പെന്തക്കോസ്ത, അഭിഷേകം വീശിയടിക്കും പെന്തക്കോസ്ത. ആത്മസഭയിൽ ഇറങ്ങിയ പോലൊരു പെന്തക്കോസ്ത, നാവായി പറന്നിറങ്ങിയ പെന്തക്കോസ്ത. ആത്മസഭയിൽ ഇറങ്ങിയ പോലൊരു പെന്തക്കോസ്ത, തീനാവായി പറന്നിറങ്ങിയ പെന്തക്കോസ്ത. പെന്തക്കോസ്ത, വീണ്ടും പെന്തക്കോസ്ത, ആത്മാവാമഗ്നിയിറങ്ങും പെന്തക്കോസ്ത. പെന്തക്കോസ്ത, പുതിയൊരു പെന്തക്കോസ്ത, അഭിഷേകം വീശിയടിക്കും പെന്തക്കോസ്ത. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൽപ്പനകൾ പാലിക്കുവാൻ, കർത്താവിന്റെ ഹിതത്തിന് പരിപൂർണമായും സമർപ്പിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ധീരരായ സാക്ഷികളായി മാറുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോറേബെന്നൊരു മലയിൽ ദൈവമഹത്വം ഇറങ്ങിയപ്പോൾ, കാർമൽ മലയിൽ ബലിപീഠത്തിൽ അഗ്നി ഇറങ്ങിയപ്പോൾ. ഹോറേബെന്നൊരു മലയിൽ ദൈവമഹത്വം ഇറങ്ങിയപ്പോൾ, കാർമൽ മലയിൽ ബലിപീഠത്തിൽ അഗ്നി ഇറങ്ങിയപ്പോൾ. പരിശുദ്ധാത്മാവ് ഭൂവിലിറങ്ങട്ടെ, ജനകോടികൾ ആത്മാവാൽ സ്തുതിച്ചു പാടട്ടെ. പരിശുദ്ധാത്മാവ് ഭൂവിലിറങ്ങട്ടെ,
ജനകോടികൾ ആത്മാവാൽ സ്തുതിച്ചു പാടട്ടെ. ഹല്ലേലൂയ. വീണ്ടും പെന്തക്കുസ്താ, ആത്മാവാമഗ്നി ഇറങ്ങും പെന്തക്കുസ്താ. പെന്തക്കുസ്താ, പുതിയൊരു പെന്തക്കുസ്താ, അഭിഷേകം വീശിയടിക്കും പെന്തക്കുസ്താ. ആദിമസഭയിൽ ഇറങ്ങിയ പോലൊരു പെന്തക്കുസ്താ, തീനാവായി പറന്നിറങ്ങിയ പെന്തക്കുസ്താ. ആദിമസഭയിൽ ഇറങ്ങിയ പോലൊരു പെന്തക്കുസ്താ, തീനാവായി പറന്നിറങ്ങിയ പെന്തക്കുസ്താ. പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ, ആത്മാവാമഗ്നി ഇറങ്ങും പെന്തക്കുസ്താ. പുതിയൊരു പെന്തക്കുസ്താ, അഭിഷേകം വീശിയടിക്കും പെന്തക്കുസ്താ. ആത്മാവാമഗ്നി ഇറങ്ങും പെന്തക്കുസ്താ, അഭിഷേകം വീശിയടിക്കും പെന്തക്കുസ്താ. തീനാവായി പറന്നിറങ്ങും പെന്തക്കുസ്താ, അഭിഷേകം വീശിയടിക്കും പെന്തക്കുസ്താ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറഞ്ഞു കവിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ മാതാവേ, കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഒട്ടും താമസം കാണിക്കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുവാൻ, ആ ഒരു കൃപയിൽ ഞങ്ങൾ ഓരോരുത്തരും വ്യാപരിക്കുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, എന്തു വില കൊടുത്തും ദൈവഹിതം നിറവേറ്റി ഞങ്ങളെ കാണിച്ചു തന്ന, ഞങ്ങൾക്ക് മാതൃക നൽകിയ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ഒരു കൃപ നിറയുവാൻ, ഈ ഒരു അഭിഷേകം വ്യാപരിക്കുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കണ്ടു അബ്രാഹാം തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയ വേലക്കാരനായ എലയാസറിനെ തന്റെ മകന് ഒരു ഭാര്യയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചു വിടുന്നതായിട്ട് നമ്മൾ കണ്ടു. എപ്രകാരമാണ് എലയാസർ അബ്രാഹത്തിന്റെ തന്നെ സഹോദരൻ നാഹോറിന്റെ മകനായ ബെത്തുവേലിന്റെ മകൾ റെബേക്കയുടെ അടുക്കലേക്ക് കർത്താവിനാൽ നയിക്കപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. അവർ ഒരുമിച്ച് മടങ്ങി വന്ന് അബ്രാഹത്തിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഭാഗമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. നമുക്ക് തുടർന്ന് വചനഭാഗത്തിലേക്ക് തന്നെ കടന്നു വരാം. അങ്ങനെ എലിയാസർ റെബേക്കയെയും കൂട്ടി തിരിച്ച് അബ്രാഹത്തിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. വഴിക്ക് വെച്ച് അവർ ഇസഹാക്കിനെ കണ്ടുമുട്ടുകയാണ്. ഇസഹാക്കും റെബേക്കയും പരസ്പരം ആദ്യമായിട്ട് ആ സമയത്ത് കാണുകയാ. തുടർന്ന് നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 24 അധ്യായത്തിൽ 66 തിരുവാക്യം. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. നടന്ന കാര്യങ്ങളെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറയുകയാണ്. എപ്രകാരമാണ് അബ്രാഹാം പറഞ്ഞ ആ ഒരു അടയാളങ്ങൾ, ആ ഡിമാൻഡുകൾ, അതെല്ലാം റെബേക്കയിൽ പൂർത്തീകരിക്കപ്പെട്ടതെന്ന്, എപ്രകാരമാണ് എലിയാസർ, ഭൃത്യനായ എലിയാസർ കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച ആ അടയാളങ്ങൾ എപ്രകാരം റെബേക്കയിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തുടങ്ങുന്ന ആ വിസ്മയകരമായ വഴി നടത്തലിന്റെ കഥകളെല്ലാം അങ്ങനെ ഇസഹാക്കിനോട് എലയാസർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. തുടർന്ന് 67 തിരുവാക്യത്തിൽ എന്താ തിരുവചനം പറയുന്നത്? ഇസഹാക്ക് അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് റെബേക്കയെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ അറിയാം, അബ്രാഹത്തിനും സാറായിക്കും അവരുടെ വാർദ്ധക്യത്തിൽ കർത്താവ് നൽകിയ സമ്മാനമായിരുന്നു ഇസഹാക്ക്. അതുകൊണ്ട് തന്നെ സാറായും ഇസഹാക്കും തമ്മിൽ അത്രയേറെ ഗാഢമായ ഒരു ബന്ധമുണ്ടായിരുന്നു. 90-ാം വയസ്സിലാണ് സാറ ഇസഹാക്കിനെ പ്രസവിക്കുന്നത്. തുടർന്നുള്ള അവളുടെ കാലങ്ങളിലെല്ലാം സാറ ഇസഹാക്കിനെ
അതുപോലെ അമ്മമാർക്ക് എല്ലാവർക്കും തങ്ങളുടെ കുഞ്ഞുങ്ങളോട് അത്രയും അഭേദ്യമായ ബന്ധമുണ്ടാകും. എന്നാൽ തന്റെ വാർദ്ധക്യത്തിൽ കർത്താവ് നൽകിയ സമ്മാനമായ ഇസഹാക്കിനോട് സാറായ്ക്ക് വളരെ ഗാഢമായ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. അങ്ങനെ സാറ മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് വളരെ ദുഃഖിതനായി തീർന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഇസഹാക്ക് റബ്ബേക്കയെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ തിരുവചനം എഴുതി വെക്കുകയാ, റബ്ബേക്കയെ അവൻ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് എന്താ തിരുവാക്യം പറയുന്നത്? അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. ഇസഹാക്ക് റബ്ബേക്കയെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. തിരുവചനത്തിൽ വളരെ വിരളമായിട്ടാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചു എന്ന തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കുക. ഇതാദ്യമായിട്ടാണ് ഇസഹാക്ക് റബ്ബേക്കയെ സ്നേഹിച്ചു. അത്രമാത്രം ഗാഢമായ ഒരു ബന്ധം ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായി എന്ന് തിരുവചനം പറയുകയാണ്. വീണ്ടും തിരുവചനം എന്താ തുടരുന്നത്? അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. അങ്ങനെ ഇസഹാക്കിന് അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന ഇസഹാക്കിന് വലിയ ഒരു ആശ്വാസമായി റബ്ബേക്ക മാറുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് റബ്ബേക്കയിലൂടെ ആ ഒരു കുടുംബത്തിൽ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ചാണ്. ആ ഒരു കുടുംബ രൂപീകരണത്തിൽ റബ്ബേക്കയ്ക്കുണ്ടായിരുന്ന വലിയ പങ്കിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. ഇവിടെ റബ്ബേക്ക ഇസഹാക്കിന് ഭാര്യയായി മാറുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ തന്റെ ഭർത്താവിന് ഒരു കംഫർട്ടായി, അവന് വലിയ ഒരു ആശ്വാസമായി അവൾ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയൊരു വെല്ലുവിളി ഇവിടെ റബ്ബേക്ക നൽകുന്നുണ്ട്. വിഷമിച്ചിരുന്ന, തന്റെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന, വ്യസനത്തിലായിരുന്ന ഇസഹാക്കിന് വലിയ ഒരു ആശ്വാസമായിട്ട് റബ്ബേക്ക മാറുകയാണ്. സാറായെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിൽ വലിയൊരു പങ്ക് വഹിച്ചവളായിരുന്നു സാറ. ആ സാറായുടെ അസാന്നിധ്യത്തിൽ കുടുംബത്തിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് അത് ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് റബ്ബേക്ക മാറുകയാണ്. ആ കുടുംബത്തിൽ സാറായുടെ അസാന്നിധ്യത്തെ അവൾ തുടച്ചു നീക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കുടുംബിനി എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ഇവിടെ റബ്ബേക്ക നമുക്ക് ഓരോരുത്തർക്കും മുന്നിൽ വലിയൊരു റോൾ മോഡൽ ആയിട്ട് കർത്താവ് കാണിച്ചു തരികയാ. ഭർത്താവിന് ആശ്വാസമായി തീരുന്ന, കുടുംബത്തിന്റെ താങ്ങായി മാറുന്ന റബ്ബേക്കയെ ഇവിടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇസഹാക്കും റബ്ബേക്കയും അവർ ഒന്നിച്ച് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല. അവരുടെ ആ ഒരു ദാമ്പത്യത്തിൽ കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത ഒരു വിഷമം അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാ. നമുക്ക് 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 21-ാം തിരുവാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? ഇസഹാക്ക് തന്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൽ അടിയുറച്ച ഒരു കുടുംബത്തെയാ ഇവിടെ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത്. അവരുടെ ജീവിതത്തിൽ അത്രയേറെ വിഷമങ്ങൾ കടന്നു വന്നപ്പോൾ ഭർത്താവ് കുടുംബനാഥൻ എന്ന നിലയിൽ കർത്താവിന്റെ മുൻപിൽ ആശ്രയം കണ്ടെത്തുകയാ. കർത്താവിനോട് സഹായത്തിനായിട്ട് അപേക്ഷിക്കുകയാ. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അധികാരത്തോടെ ഇസഹാക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാ കാണുന്നത്. എന്താ തൊട്ടടുത്ത തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്? കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ഭർത്താവായ ഇസഹാക്കിന്റെ പ്രാർത്ഥന കേൾക്കുകയും റബ്ബേക്ക ഗർഭിണി ആവുകയും ചെയ്തു. കർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന കേൾക്കുകയാണ്. അതനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കുകയാ. റബ്ബേക്ക ഗർഭിണി ആവുകയാണ്. അവർ ഒരുമിച്ച് കർത്താവിന്റെ മുൻപിൽ യാചിച്ചപ്പോൾ കർത്താവ് അവിടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആ ഒരു ഭവനത്തിലേക്ക് കർത്താവ് ആ ഒരു അനുഗ്രഹത്തെ നൽകുകയാ. എപ്പോഴാ പ്രിയമുള്ളവരെ? ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ കുറ്റപ്പെടുത്തുകയോ പരസ്പരം പഴിചാരുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. ആ ഒരു കുറവ് നിറവായി മാറുവാൻ ഭർത്താവ് കർത്താവിന്റെ മുൻപിലേക്ക് കടന്നു വരികയാ. ഒരു കുടുംബത്തിൽ
ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാ ഇവിടെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രാർത്ഥനയിൽ വേര് പാകിയ ഒരു കുടുംബം, പ്രശ്നങ്ങൾ വന്നപ്പോൾ കർത്താവിലേക്ക് ഏക മനസ്സോടെ തിരിയുന്ന ഒരു കുടുംബം, അവരുടെ പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ്. കർത്താവ് അവർക്ക് ഉത്തരം നൽകുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് റബ്ബേക്ക എന്ന അമ്മയെ കുറിച്ചാണ്. തൊട്ടടുത്ത വാക്യത്തിൽ തിരുവചനം എന്താ പറയുന്നത്? അവളുടെ ഉദരത്തിൽ കിടന്ന് റബ്ബേക്ക ഗർഭിണിയായി അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ, അതായത് കർത്താവ് അവർക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകിയത്. റബ്ബേക്കയുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിടുകയാണ്, അവർ വഴക്കുകൂടുകയാണ്. അപ്പോൾ വളരെ വേദനയോടെ റബ്ബേക്ക കർത്താവിങ്കിലേക്ക് തിരിയുകയാ. അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരമ്മ എന്ന നിലയിൽ അവൾ കർത്താവിലേക്ക് തിരിയുകയാണ്. ഇവിടെ ഇസഹാക്കും റബ്ബേക്കയും എല്ലാം എന്താ പ്രിയമുള്ളവരെ നമുക്ക് കാണിച്ചു തരുന്നത്? കുടുംബത്തിൽ അത് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അവർ നേരെ പോകുന്നത് കർത്താവിന്റെ അടുക്കലേക്കാ. അവൾ കർത്താവിനോട് ചോദിക്കുകയാണ്. എന്താ അവൾ കർത്താവിനോട് ചോദിച്ചത്? ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? അവൾ കർത്താവിന്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, റബ്ബേക്ക ഒരമ്മ, അവൾ കർത്താവിന്റെ തിരുമനസ്സറിയുവാൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി എന്താണ് കർത്താവ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കുവാൻ വലിയ ആഗ്രഹത്തോടെ അവൾ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുകയാ. എന്റെ പ്രിയ അമ്മമാരെ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ തിരുമനസ്സറിയാൻ കർത്താവിന്റെ മുൻപിൽ ആയിരുന്നിട്ടുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നിട്ട് പോലുമില്ല, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ അമ്മ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായ ഓരോ അമ്മമാർക്കും കർത്താവ് നൽകുന്ന വലിയൊരു പാഠമാണിത്. കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകത. ഇവിടെ റബ്ബേക്കയുടെ ആ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുകയാ. ആ കർത്താവിന്റെ തിരുഹിതം എന്താണെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് അവൾക്ക് വെളിവാക്കി കൊടുക്കുകയാണ്. കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്നും പിറക്കുന്നവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. എന്റെ പ്രിയ സഹോദരങ്ങളെ, തന്റെ ഉദരത്തിലായിരിക്കുന്ന 2 കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അവരുടെ ലൈഫ് സ്റ്റോറി തന്നെ കർത്താവ് ആ ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്താണ് കർത്താവ് ആ കുഞ്ഞുങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുകയാ. കർത്താവിൽ നിന്നും അവൾ ആ ഒരു അറിവ് നേടിയെടുക്കുകയാണ്. അവൾ ചോദിച്ച് അറിയുകയാണ്. തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി മനസ്സിലാക്കുന്ന, അത് കർത്താവിൽ നിന്നും അറിയുന്ന, സ്വീകരിക്കുന്ന ഒരു അമ്മയെയാണ് ഇവിടെ റബ്ബേക്ക നമുക്ക് കാണിച്ചു തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, റബ്ബേക്ക ഒരു കുടുംബിനി എന്ന നിലയിൽ, ഒരു കുടുംബിനിയുടെ വ്യത്യസ്തങ്ങളായ റോളുകളിൽ എത്രമാത്രം വിജയിച്ചു നിന്നവളാണെന്ന് തിരുവചനം ഈ ഓരോ കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ, ആ ഒരു കുടുംബത്തിൽ ആ അമ്മയുടെ അസാന്നിധ്യത്തെ നികത്തുന്നവൾ എന്ന നിലയിൽ ഭർത്താവിന് ഏറ്റവും യോജിച്ച ഒരു ഭാര്യയായിട്ട് അവൾ മാറുകയാ. ആശ്വാസമായിട്ട് അവൾ മാറുകയാ. ഭർത്താവിന്റെ ശക്തിയായിട്ട് അവൾ മാറുകയാ. തുടർന്ന് മക്കൾ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആ ഹിതത്തെ തിരിച്ചറിയുന്ന ഒരു അമ്മയായിട്ട് അവൾ നമുക്ക് മുൻപിൽ നിൽക്കുകയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഹിതം അവരിൽ പൂർത്തീകരിക്കപ്പെടുവാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. എന്നാൽ കർത്താവിന്റെ തിരുഹിതം എന്താണെന്ന് അറിയുവാൻ വളരെ വേദനയോടെ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുന്ന ഒരു അമ്മയാ കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് അതനുസരിച്ച് ഹിതം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുകയാ. ആ ഒരു കുടുംബത്തിൽ ഇസഹാക്കിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി. റബ്ബേക്കയുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകി. കുടുംബത്തിൽ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്ത് കർത്താവിന്റെ ഹിതാനുസരണം പണിയപ്പെട്ട ആ ഒരു കുടുംബത്തിൽ കർത്താവിന്റെ ഹിതം പൂർണ്ണമായിട്ടും നിറവേറുകയെ പ്രിയമുള്ളവരെ. തുടക്കത്തിൽ മാത്രമല്ല, മക്കളുടെ കാര്യത്തിൽ, അവർക്ക് മക്കളില്ലാത്ത സമയത്തും വീണ്ടും മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ പ്രതിസന്ധിയിലും എല്ലാം
കർത്താവ് അവരെ വഴി നടത്തുന്ന വലിയൊരു അനുഗ്രഹത്തിന്റെ കുടുംബമായിട്ടാ ഈ റബ്ബേക്കയുടെ കുടുംബത്തെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കൃപയിലേക്കാ പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയും ക്ഷണിക്കുന്നത്. കർത്താവിന്റെ ഹിതം അറിഞ്ഞ് അതിനു വേണ്ടി എന്ത് വില കൊടുത്തും പ്രാർത്ഥിച്ച് ആ ഹിതത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാരാകുവാനാ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരിയേറെ തവണ ചിന്തിച്ച ഒരു വചനഭാഗമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 10 മുതലുള്ള തിരുവാക്യങ്ങൾ. ഒരു ഉത്തമയായ ഭാര്യയെ കുറിച്ച്, ഒരു ഉത്തമയായ കുടുംബിനിയെ കുറിച്ച് കർത്താവ് പറയുന്ന കുറെ കാര്യങ്ങൾ ആ ഒരു തിരുവചന ഭാഗത്തുണ്ട്. എന്നാൽ ഈ റബ്ബേക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ 31-ാം അധ്യായത്തിൽ 25-ാം തിരുവാക്യം അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ഒരു ഉത്തമയായ കുടുംബിനെ കുറിച്ച് കർത്താവ് പറയുന്ന കാര്യമാണിത്. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. കുടുംബത്തെ നല്ല കഴിവോടെ അന്തസ്സോടെ എന്ന് പറയുമ്പോൾ കർത്താവിൽ അധിഷ്ഠിതമായ അന്തസ്സോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാകണം ഓരോ കുടുംബിനിയും എന്ന തിരുവചനം പറയുന്നേ. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു എന്ന തിരുവചനം പറയുന്നത്. അതായത് വെറുതെ ടെൻഷൻ അടിച്ച് അതും ഇതും ചിന്തിച്ച് എന്താകും, എങ്ങോട്ടാ പോകുന്ന ഈ വക ചിന്തകളൊന്നും ഒരു ഉത്തമയായ കുടുംബിനിക്കില്ല. കാരണം അവൾക്കറിയാം കർത്താവിന്റെ മുൻപിൽ അവൾ ആയിരിക്കുന്നതെന്ന്. ഇവിടെ റബ്ബേക്ക ഒരു പ്രശ്നം വന്നപ്പോൾ അവൾ വ്യാകുലപ്പെടുന്നതായിട്ടല്ല, അവൾ കർത്താവിന്റെ മുൻപിലേക്ക് ഓടുകയാ ചെയ്യുന്നത്. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അതെപ്പോഴാ സാധിക്കുന്നേ? ഭാവിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കുക. ഇപ്രകാരമുള്ളൊരു കുടുംബിനെ കുറിച്ച് വീണ്ടും 27-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. കുടുംബാംഗങ്ങളുടെ നടപടികൾ, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. ഈ ഒരു തിരുവചനം റബ്ബേക്കയിൽ അക്ഷരികമായി പൂർത്തീകരിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കുടുംബത്തിലെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവളായിട്ട് റബ്ബേക്ക മാറുകയാണ്. അവർ ഓരോരുത്തരെയും കർത്താവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റബ്ബേക്കയുടെ ജീവിതത്തിന്റെ ആരംഭം നമ്മൾ കണ്ടു. നമ്മൾ പരിചയപ്പെട്ടപ്പോൾ തന്നെ കർത്താവിന്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുന്നവളായിരുന്നു റബ്ബേക്ക. ഇപ്പോൾ ഒരു കുടുംബിനിയായി കഴിഞ്ഞപ്പോൾ എല്ലാ രീതിയിലും കർത്താവിനോട് ചേർന്ന് അവൾ മുന്നോട്ട് പോവുകയാ. ആ കുടുംബത്തെ കർത്താവിൽ അവൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാ. റബ്ബേക്കയിൽ നിന്നും ഈ ഒരു കൃപ നമുക്ക് മേടിച്ചെടുക്കാൻ പ്രിയമുള്ളവരെ. കർത്താവിന്റെ കൃപ ഉണ്ടെങ്കിലാണ് ഇതുപോലെ കുടുംബാംഗങ്ങളുടെ നടപടികളെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന, കഴിവും അന്തസ്സും അണിയുന്ന, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്ന കുടുംബിനിമാരായി, അമ്മമാരായി, ഭാര്യമാരായി നമുക്ക് മാറുവാൻ സാധിക്കുക. ഈ ഒരു അഭിഷേകം കർത്താവിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ തീർത്തും അയോഗ്യരാണ്. എന്നാൽ കർത്താവ് നമ്മോടൊപ്പമുള്ളപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കുമെന്ന റബ്ബേക്ക കാണിച്ചു തരുന്നത്. കർത്താവിന്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് റബ്ബേക്കയിലൂടെ കർത്താവ് നമുക്ക് പകർന്നു നൽകിയ പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. എന്തു വന്നാലും കർത്താവിലേക്ക് തിരിയുന്ന, പ്രാർത്ഥനയിൽ വേരുറപ്പിക്കപ്പെട്ട ഒരു കുടുംബം, അതുപോലെ കർത്താവിന് 1-ാം സ്ഥാനം നൽകുന്ന ഒരു അമ്മ, ഒരു ഭാര്യ ആയിട്ട് മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ. ആ ഒരു കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകിയ പ്രബോധനത്തെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു കുടുംബിനിയായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മുടെ അയോഗ്യതയെ ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവിന്റെ കൃപയെ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ ചൊരിയണമേ. അങ്ങയിൽ വളരുന്നവളായി മാറുവാൻ കർത്താവേ കൃപ ചൊരിയണമേ. അങ്ങേക്ക് വേണ്ടി ജ്വലിക്കുന്നവളായി മാറുവാൻ കർത്താവേ കൃപ ചൊരിയണമേ. കർത്താവേ ഞങ്ങൾ അയോഗ്യരാണ്, ഏറ്റു പറയുന്നു. കർത്താവേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപയായിരിക്കണമേ. ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ അഭിഷേകം ചെയ്യണമേ. കർത്താവേ കൃപ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റബ്ബേക്കയോട് അങ്ങ് പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഞങ്ങൾ ഏറ്റു പറയുകയാണ് കർത്താവെ, ഞങ്ങൾ അയോഗ്യരാണ്, എങ്കിലും അങ്ങയുടെ വലിയ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് കർത്താവെ, അങ്ങയുടെ പദ്ധതിയിലുള്ള ഞങ്ങളുടെ പങ്കാളിത്തത്തെ ഓർത്ത്, അതിനായി ഞങ്ങളെ തെരഞ്ഞെടുത്ത് അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുവാൻ സാക്ഷ്യം നൽകിടുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. സ്നേഹിക്കുവാൻ സാക്ഷ്യം നൽകിടുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപ ഒന്നു മാത്രം യേശുവേ. തിരഞ്ഞെടുക്കാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ മാനിക്കുവാൻ എന്നിൽ എന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. കൃപ ഒന്നു മാത്രം യേശുവേ. കൃപ ഒന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ഞങ്ങൾ തീർത്തും അയോഗ്യരാണ്. കർത്താവെ, അങ്ങയുടെ വലിയ തെരഞ്ഞെടുപ്പിൽ കർത്താവെ ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു. അങ്ങയുടെ കൃപയാലുള്ള അങ്ങയുടെ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റെബേക്കയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ കുടുംബത്തിൽ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്ന ഒരു കുടുംബിനിയായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനാവശ്യമായ കൃപകൾ കർത്താവ് പകരട്ടെ. നമ്മൾ തീർത്തും അയോഗ്യരാണ്, എന്നാൽ കർത്താവിൻ്റെ കൃപ വന്നു കഴിയുമ്പോൾ കർത്താവിനാൽ നിറഞ്ഞ ഒരു കുടുംബിനിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിവും അന്തസ്സുമുള്ള ഒരു സ്ത്രീയായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു കൃപയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിച്ചൊരുങ്ങാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.